നെവിൻ ആതിരയോടും നൂറയോടും പറയാണ്, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബന്ധവും ഞാൻ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി അത് ഷാനവാസാണ്. പിന്നെ മേ ബി നമ്മുടെ അനുമോളുമായിട്ട് കുറച്ച് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അനുമോൾ, അത്രയ്ക്ക് അങ്ങോട്ടില്ല എന്നാലും. പിന്നെ ഞാൻ ഏറ്റവും വീക്കായിട്ടുള്ള രണ്ടുപേരെയാണ് ഇന്ന് നോമിനേറ്റ് ചെയ്തത്. അത് സാവുമാനും അനുമോളുമാണ്. അല്ലാതെ എന്താ, അതിനകത്ത് എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. അവർ രണ്ടുപേരും വളരെ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് ഫൈനൽ ഫൈവിൽ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അത് എത്തിയിട്ട് വേണം എനിക്ക് അടുത്ത സീസണിലൊക്കെ നമ്മുടെ ഹോട്ടൽ ടാസ്കിലൊക്കെ ഗസ്റ്റായിട്ട് വന്നിട്ടൊന്ന് വിലസാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, എനിക്കും ഫൈനൽ ഫൈവിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എത്തിയാൽ മതിയായിരുന്നു. അറിയത്തില്ല ഇനി എങ്ങനെയാണെന്നുള്ളത്, പക്ഷേ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നിട്ട് നെവിൻ പറയുന്നുണ്ട്, നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസൊക്കെ ആയിരിക്കും നമുക്ക്. ഒരുപാടെടുത്തുനിന്ന് നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് ഇവിടെ നിന്നതല്ലേ. ഇത്രയും ദിവസം ഇനി 2 വീക്ക് മാത്രമല്ലേ ഉള്ളൂ. ആ 2 വീക്ക് എങ്ങനെ പോകുന്നു നമ്മൾ പോലും അറിയത്തില്ല. ആ ഫൈനൽ ഫൈവിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയാൽ നമുക്ക് ഭയങ്കര ഫെയിമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ആദില പറയുന്നുണ്ട്, കിട്ടിക്കഴിഞ്ഞിട്ടേ പറയാവുള്ളൂ, അതിന് മുമ്പ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നൂറ പറയണത് ശരിയാ, ചില ആൾക്കാർ കപ്പെടുത്തിട്ട് പോലും അവർക്ക് യാതൊരു വിധമായ ഓപ്പർച്യൂണിറ്റി ഇല്ലാതിരിക്കുന്നു. ചിലരാണെങ്കിൽ കപ്പ് ഉയർത്താതെ തന്നെ ഏറ്റവും ഉയർന്ന പീക്ക് ലെവലിൽ പോയ ആൾക്കാരുമുണ്ട്. അപ്പോൾ നമുക്കതൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് നൂറ. പിന്നെ സാവുമാനെയും അനുമോളെയും നോമിനേറ്റ് ചെയ്തതിനെ പറ്റി പറയാണ്. സാവുമാൻ എന്താ, ഒരു ഗെയിമില്ല, ഒന്നുമില്ല, മൈൻഡ് ഗെയിമറല്ല, ഒരു വിധ ചുണ്ണാമ്പും ഇല്ല, ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഇതായതുകൊണ്ട് ഞാൻ സാവുമാനെ നോമിനേറ്റ് ചെയ്തു. അതുപോലെ നാടകം കളിച്ച് മാത്രം നടക്കുന്ന ഒരാൾ അതുകൊണ്ട് അനുമോളെ ഞാൻ നോമിനേറ്റ് ചെയ്തു. അത് കറക്റ്റ് തന്നെയല്ലേ എന്ന് പറയുന്നു. ഇന്നത്തെ നോമിനേഷൻ കഴിഞ്ഞപ്പം അനുമോളും സാബുമാനും നെവിനും കൂടെ ഭയങ്കര വഴക്കായിരുന്നു ലൈവിൽ ഇന്ന് നടന്നത്.